പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ ഭ്രാന്തമായ രീതികൾ കണ്ടതിനെ തുടർന്ന് വീട്ടിലുള്ളവർ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും? കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക? ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ദേവബാലയുടെ അച്ഛനായ ദേവരാജൻ ഇതേ തുടർന്ന് ദേവബാലയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. പക്ഷേ ദേവബാല, ഞാൻ എന്തായാലും അഭിഷേകിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ അനുവദിക്കുകയില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും. അവൻ എൻ്റേതു മാത്രമാണ്. ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദേവബാലയോട്, അത് ശരി തന്നെയാണ് ദേവബാല, പക്ഷേ നീ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം ശരിയാകും. ധൈര്യമായിരിക്കൂ. വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താണ് കാര്യം? കാര്യങ്ങൾ നമുക്ക് പതിയെ ശരിയാക്കാം. യാതൊരു വിധത്തിലും പതറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം അഭിഷേകിന്റെ പോക്കുവരവുകൾ കണ്ടതിനെ തുടർന്ന് അഭിഷേകിന്റെ അച്ഛനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പല്ലവി ആരാണ് എന്നുള്ള സത്യം തൻ്റെ മകൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിയുകയാണ് എങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ നീക്കങ്ങൾ നടത്തിയേ തീരൂ. ഇതിൻ്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് അയാൾ അഭിഷേകിനെ. അഭിഷേക്, എന്താണ് ഇപ്പോഴത്തെ വിശേഷം എന്ന അച്ഛൻ ചോദിച്ചതിനെ തുടർന്ന് അച്ഛനോട് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ അഭിഷേക് നിന്നു പോകുന്നു. കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് സത്യം. ആ ദേവബാല കാരണം എൻ്റെ എല്ലാവിധ സമാധാനവും പോയി ഇരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. വെറുതെ അവളെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കഴിയാവുന്ന സഹായം നൽകി കൂടെ നിൽക്കാൻ ഞാനും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ അഭിഷേകിന്. ഇതേ തുടർന്ന് ആരാണ് പല്ലവി എന്നുള്ള കാര്യം ചോദിക്കുകയും എന്താണ് അവളുമായുള്ള കാര്യം എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് പല്ലവിയെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് താനാണ്. അതുകൊണ്ടാണ് ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കിയത്. ഇഷയുടെ ഭർത്താവായ ആ രാഹുലാണ് ഈ അപകടമുണ്ടാക്കിയത്. അയാളിൽ നിന്ന് അവളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. എന്താ, അച്ഛന് പല്ലവിയെ അറിയാമോ? എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. നീ ആ പെൺകുട്ടിയുമായി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പരസ്പരം അറിയാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നതിനായി വന്നത്. അല്ലാതെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ പല്ലവിയുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ അല്ലേ? ഓ, നല്ലത്. എന്തായാലും ഞാൻ പോവുകയാ. എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ എന്നോട് നീ ചോദിക്കാൻ മറക്കണ്ട. നിന്നെ സഹായിക്കുന്നതിനായി ഈ അച്ഛൻ എപ്പോഴും ഉണ്ടാകും. ആ ദേവബാലയെ ഞാൻ ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല എന്നത് സത്യം തന്നെ. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് സഹായമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം രാഹുലാകട്ടെ തൻ്റെ പദ്ധതി പാളിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയതല്ല. ഇത്തവണ പാളിപ്പോയിരിക്കുന്നു കാര്യങ്ങൾ.
അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. അവൾ അവൾ രക്ഷപ്പെടരുത്. അടുത്ത തവണയെങ്കിലും അവളെ പിടികൂടണം എന്നുള്ള കാര്യം നിർദ്ദേശിക്കുന്ന രാഹുൽ ഇനിയും തോറ്റു എന്നുള്ള കാര്യം എനിക്ക് കേൾക്കാൻ ഇടവരരുത് എന്ന അവസാന വാർണിംഗ് നൽകിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.